ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി വെച്ച് മടുത്തെങ്കിൽ സാധാരണ വയ്ക്കുന്നതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസത്തിൽ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റെസിപ്പി തന്നെ നോക്കിയാലോ. ഗ്രേവി തീരെ അല്ലാതെ വറ്റിച്ചുണ്ടാക്കുന്ന കറിയാണെങ്കിൽ പോലും ഇതിൻ്റെ മസാലയിൽ അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ഏത് തരം റൈസിലേക്കും കിടിലൻ കോമ്പിനേഷനാണ് ഈ കറി. കുറച്ച് മുന്നേ നല്ല നാടൻ രീതിയിൽ ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. പക്ഷേ ഇന്നത്തെ കറി നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി നോക്കാം അല്ലേ. ഇതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഇനിയും കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായാൽ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി വഴന്നു വന്നാൽ 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം നല്ല പോലെ വാർന്നതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ 65ലേക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നാൽ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി ഉപ്പ് മസാലയിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ചിക്കൻ മുഴുവനായിട്ടൊന്നും വേവായിട്ടില്ല, പോരാത്തത് മസാല റെഡി ആക്കിയതിന് ശേഷം അതിലിട്ട് വേവിച്ചാൽ മതി. ഇനി ഇതേ ഓയിലിൽ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 മീഡിയം സൈസിലുള്ള സബോള ചെറുതാക്കി കൊത്തിയരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ക്ഷമിക്കണം, ഇത് 3 ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. നല്ല ജീരകം ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ മറന്നു പോയെന്ന് വിചാരിച്ച് ചേർക്കാതിരിക്കരുതേ. നമ്മൾ സാധാരണ വയ്ക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഫ്ലേവർ തരുന്നതാണ് ജീരകവും പിന്നെ ഇനി ചേർക്കാൻ പോകുന്ന 1-2 ചേരുവകളൊക്കെ. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും ഒഴിവാക്കരുത്. ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ചേർക്കാറുള്ളതാണല്ലോ അല്ലേ നല്ല ജീരകം. ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചിക്കൻ റെസിപ്പികളുടെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. സബോള നന്നായി ഒന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ സബോളയേക്കാൾ കൂടുതൽ തക്കാളിയാണ് ചേർക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 4 എണ്ണം വരെയൊക്കെ ചേർക്കാം. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. നമ്മൾ ആദ്യം ചേർത്ത വെളുത്തുള്ളിയുടെയും ചിക്കൻ്റെയും ഒക്കെ ഫ്ലേവർ ഈ ഓയിലിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിലായി വരണം. ഇഞ്ചി നമ്മൾ ഈ കറിയിൽ ചേർക്കണില്ല. ഇനി നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ കറിയിൽ വേണമെന്നുണ്ടെങ്കിൽ സബോളയും പച്ചമുളകും ചേർക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പം എണ്ണ ഒക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, നമ്മളിതിൽ എരിവിന് കൂടുതൽ പച്ചമുളകാണ് ചേർക്കുന്നത്. അതുകൊണ്ട് അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ തൈരാണ്. പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സ്പൂൺ വെച്ച് ചെറുതായൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇനി 2-3 മിനിറ്റ് മസാലയിൽ ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളവും മസാലയിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയിൽ ഉപ്പും പുളിയും എരിവൊക്കെ ചിക്കനിൽ നല്ലോണം പിടിച്ചോളും. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് കൂടുതലായി ഡ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ നല്ലോണം തെളിഞ്ഞു വരുന്നത് വരെ വറ്റിച്ച് ആ എണ്ണയിൽ തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഞാൻ കറിക്ക് കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തിക്ക് ക്രീം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ക്രീമും ഇല്ലെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് പരുവത്തിൽ കലക്കിയിട്ട് ചേർത്താലും മതി. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കറിയിലെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ചുകൂടെ പച്ചമുളകും 2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം.
കസൂരിമെത്തി കയ്യിലില്ലെങ്കിൽ അതിന് പകരം മല്ലിയില ചേർക്കാം. പക്ഷേ ഈ കറിയിൽ കൂടുതൽ ടേസ്റ്റ് കസൂരിമെത്തി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി. ചിക്കൻ വെച്ച് ഒരുപാട് വെറൈറ്റി റെസിപ്പികളൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.